ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഈ കുറ്റപ്പെടുത്തലുകൾ ഒന്ന് ഒഴിവാക്കിക്കൂടെ? വിക്രം, നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നയാളാ. പക്ഷേ ആ അഭിനയം എന്നോട് വേണ്ട. എന്റെ അനുജിത്തിയെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിന്റെ അവിശുദ്ധ ബന്ധങ്ങളും പണക്കൊടുപ്പും നിന്നെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോരുന്നുള്ള നിന്റെ അഹങ്കാര ചിരിയല്ലേ നിന്റെ ഈ മുഖത്ത്? അത് കറുക്കുന്ന നാളുകൾ അടുത്തു. ഇനി നിന്റെ ചുവടുകളും പിഴയ്ക്കും. നല്ല കൊതുകാണല്ലോ ഇവിടെ. പക്ഷേ ഒന്ന് കടിക്കുന്നത് വരെയുള്ളൂ അതിന്റെ ആയുസ്. നിന്റെ കഴുത്തിൽ കെട്ടിരിക്കുന്ന ഈ താലി അഴിഞ്ഞു പോകാതിരിക്കുന്നത് വിക്രമിന്റെ പിച്ചയായി കരുതിയാ മതി. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കാണ് വിക്രം. ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ വെറുതെ പ്രകോപിപ്പിച്ച എന്നിലെ മൃഗത്തെ പുറത്തു കൊണ്ടുവരരുത്. അതാർക്കും നല്ലതായിരിക്കില്ല. നിന്റെ അഭിനയം പലരുടെ മുന്നിലും നടക്കും. പക്ഷേ എന്നോട് വേണ്ട. എന്റെ വർഷമോളെ നീ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. കുറച്ചും കൂടി കഴിക്കും. പറ്റില്ല, കുറച്ചുകൂടി കഴിക്കണം. ടാബ്ലറ്റ് ഒക്കെ കഴിക്കാനുള്ളതാ. ദിയമോള് നല്ല ഉറക്കാണല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ പാവം ഏങ്ങലടിച്ച് കരയായിരുന്നു. ജഗനെന്ന് വെച്ചാ ദിയമോൾക്ക് ജീവനാണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. ഒരു പക്ഷെ ജഗന്റെ സ്വന്തം മോൾ. പാടില്ല. അവളെന്റെ സ്വന്തം മോളാ. ഇനി ഒരിക്കലും വന്ദന ഇങ്ങനെ പറയരുത്. വിക്രമാണല്ലേ? വിക്രമോ? ഇന്നലെ ജഗനെ കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ വിക്രം തന്നെയല്ലേ? ഏയ്, ഒരിക്കലുമല്ല. ഒരുപക്ഷെ വിക്രം ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചേനെ. എന്നെ രക്ഷിച്ച ആളാണ് വിക്രം. ജഗന് കുത്തേറ്റ ആ സമയത്ത് തന്നെ വിക്രം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വിക്രമിന്റെ ഡ്രാമ, ബ്രില്യൻസ്. അതിനെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല. വിക്രമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ വിക്രം എന്റെ മുന്നിൽ വരാനുള്ള ധൈര്യം കാണിക്കില്ലായിരുന്നു. തന്നോളം പോന്ന എതിരാളിയാണ് ഈ ജഗനെന്ന് വിക്രമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ സംശയം ബലപ്പെടില്ല. വിക്രമിന്റെ വേഷപ്പകർച്ചകൾ കണ്ടിട്ടുള്ള എനിക്ക് വിക്രം നിരപരാധിയാണെന്ന് തോന്നുന്നില്ല. ജഗ, അയാൾ പക്ക ക്രിമിനലാണ്. ഈ കാര്യത്തിൽ വന്ദന എന്നെ വിശ്വസിച്ചേ മതിയാവൂ. വിശ്വസിക്കാം. ഞാൻ ചോദിക്കുന്നതിന് ജഗൻ മറ്റൊരു ഉത്തരം തരണം. വിക്രം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആര്? ജഗൻ ആരെ സംശയം എന്ന് പറയോ? എനിക്ക് ആരും സംശയമില്ല വന്ദന. പക്ഷെ ഇന്നലെ ഞാൻ അച്ഛനെ കണ്ടിരുന്നു കടയിൽ വെച്ച്. നീ എന്നെ മനഃപൂർവ്വം മാനം കെടുത്താൻ നോക്കുന്നതാ ഇതൊക്കെ ഇട്ടിട്ട്. ഇത് ഞാൻ പുറത്തു വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നാളത്തെ പത്രത്തിൽ മുൻ MLA മകൻ പെരുവഴിയിൽ തട്ടുകട നടത്തുന്ന വാർത്ത അച്ചടിച്ചു വരുമ്പോ ഞാൻ എന്റെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ജഗ, വിക്രമല്ലാന്ന് ജഗൻ പറയുന്നതിനേക്കാൾ ഉറപ്പിൽ ഞാൻ പറയും. ജഗന്റെ അച്ഛന് ജഗന്റെ ദേഹത്ത് ഒരു പോറലേൽക്കുന്നത് പോലും സഹിക്കില്ല. ആ മനസ്സ് വന്ദനയ്ക്കറിയാം. ആ മനുഷ്യനെ മുന്നിൽ നിർത്തി മറ്റാരെങ്കിലും ആയിരിക്കും ജഗനെ അപകടപ്പെടുത്താൻ സാധ്യത.
ജഗം പൊറത്താലും ഈ ദേഹത്ത് കുത്തി പരിക്കേൽപ്പിച്ചവരോട് ഈ വന്ദന പൊറുക്കില്ല. എനിക്കതിനാവില്ല ജഗ. ആളാരാണെന്നറിഞ്ഞ എനിക്ക് മുന്നേ പകരം വീട്ടുന്നത് ജഗന്റെ അച്ഛനാവും. ഈ കാര്യം അറിഞ്ഞ ഉറക്കം നഷ്ടപ്പെടുന്ന ആദ്യത്തെ ആളും കുറുപ്പ് സാറാവും. വന്ദന എനിക്ക് വാക്ക് തരണം. എന്താ? അതാരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ അച്ഛനോട് ഒരിക്കലും പറയില്ലെന്ന്. ഇല്ല ജഗ, ഒരിക്കലും പറയില്ല. അവന്റെ ക്ലാസ് ടീച്ചറെ ഞാൻ കണ്ടിരുന്നു. നിന്റെ മോനെ നല്ല ഒന്നാം തരം ഉഴപ്പനാണത്രേ. ഞാൻ സുചിത്രേട്ടത്തിയല്ല, മീനാക്ഷിയാ. നിന്നോടാരടി എനിക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? അത് എല്ലാവർക്കും ചായ കൊടുത്തപ്പോ. എല്ലാവർക്കും കൊടുത്തപ്പോ എനിക്കും ചായ തരാന്ന് കരുതിയില്ലേ? അത് വേണ്ട. നീ പറഞ്ഞത് കേട്ടല്ലോ. ഇനി മേലാൽ ഇത് ആവർത്തിച്ചു പോരുത്. പൊക്കോ. നിക്ക്. പുറത്താരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ചെന്ന് വാതിൽ ഓർക്ക്. വിനുവേട്ടനായിരിക്കും. രാവിലെ ശത്രുസംഹാര വഴിപാട് നടത്താൻ അമ്പലത്തിൽ പോയിരുന്നു. ആരാ എന്റെ ശത്രു? ഞാനാണോ? അയ്യോ അല്ല. പിന്നെ ആർക്ക് വേണ്ടിയാടി അവൻ ഈ വഴിപാടൊക്കെ കഴിക്കാൻ പോയത്? അവൻ ആകെപ്പാടെയുള്ള ശത്രു ഈ പ്രകാശന. ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും പുച്ഛവും ശത്രുതയാ.